Hello guys, welcome back to my channel Gaming with Turbo. Guys, നമ്മൾ മൈൻക്രാഫ്റ്റിലെ മറ്റൊരു എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കുറേ സംശയങ്ങൾ തീർക്കാനുണ്ട്. എൻ്റെ ഇത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കുറേ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ലാഗ് ഓടിക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. അങ്ങനെ നമുക്ക് ഇന്ന് കുറേ സംശയമുണ്ട്. ഓക്കെ, അതിലേക്ക് മാറ്റണം. ചിക്കൻ ഉണ്ട് നമുക്ക്. സ്ട്രിങ് വേണം. നമുക്കിപ്പോൾ അതല്ല നോക്കണ്ടേ, നമുക്ക് മറ്റൊരു കുന്താണ് നോക്കണ്ടേ. നമ്മൾ സെർച്ച് പോയിട്ട് എനിക്കതുണ്ട് ഞാൻ തോന്നുന്നത്. ലാഗെന്ന് പറഞ്ഞാൽ പക്കലായാണ്. ഈ മത്തി സെർച്ച് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്? ലാഗ് അടിക്കുന്നു. പോയി സ്ട്രിങ്ങിനിപ്പോൾ നമുക്കൊന്ന് മണ്ട കയറണം. അതിന് മുമ്പ് ഫസ്റ്റ് കുറച്ച് എടുക്കണം. ഇതിലേക്കൂടെ വലിഞ്ഞ് വരാം. ഗ്രാഫിക്സിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. വേറൊന്നുമില്ല, അതെനിക്കിപ്പോൾ വേണമെങ്കിൽ മാറ്റാം. അത് നമ്മളെ സൈഡിലൊരു സംഭവമാണ്. അത് അറിയാത്തവരൊക്കെയാണെങ്കിൽ ചെയ്ത് നോക്കാം. സെറ്റിങ്സ് കയറിയിട്ട് സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങോട്ട് ഇങ്ങനെയല്ലോ വീഴുമ്പോൾ ചാവണം അല്ലേ? നമുക്ക് രാവിലെ അയ്യോ ലീവ് ഇല്ല. കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ചവറുകളൊക്കെ ഫുഡ് ഓക്കെ അതവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് മൊബൈൽ എന്നിട്ട് ചെറിയൊരു പണിക്ക് ആദ്യം ഫുഡെല്ലാം ഓക്കെയാണ്. ഫുഡെല്ലാം സെറ്റ്. അതാ ഫുഡ് എപ്പോഴും നമ്മൾ സെറ്റാക്കും. ഇനി നിന്നേന്നല്ല വേണ്ട. എൻ്റെ ഒന്ന് നോക്കല്. ആഹാ വന്നു. വെള്ളം നമുക്ക് ഇപ്രാവശ്യം ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇന്ന് മണ്ടേ നമുക്ക് നാളെ പൊട്ടിച്ചെടുക്കണം. മൈനിലേക്ക് തുടങ്ങാം. ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ ബ്രോ. ഇറങ്ങി ബ്രോ. എന്താണ് ഇറങ്ങാത്ത
ഇറങ്ങി ബ്രോ. ഇല്ല ബ്രോ, ഞാൻ ഒന്നുകൂടെ മണ്ട കയറിയിട്ട് വരാം ബ്രോ. ഇതൊന്ന് പഠിച്ചെടുക്കാം ബ്രോ, നമുക്കിത് ആവശ്യമില്ല ബ്രോ. ആൾക്ക് കറക്റ്റാണ് മണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, രാവിലായി. ഇനി നമുക്ക് പണി നടക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് രാത്രി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഇനി മണ്ടേ കയറിപ്പോയി. ഇത് പൊട്ടിച്ചെടുക്കണം. ലാഗടിന്ന് സീൻ ഉണ്ടാകുന്നില്ല. വെള്ളത്തിൽ അങ്ങനെയാണ് സീൻ. ഒക്കെ സെറ്റ്. കോയിൻ്റെ അടിയത് ഫുഡൊക്കെ ഓക്കെ. ഇനി ചിലന്തിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നല്ല കുറേ ചിലന്തി ആവശ്യമുണ്ട്. ഇവിടെ കാണും. അണ്ടർമാൻ, ഈ എൻഡർമാൻ എന്തിൻ്റെ കുഴപ്പമാണോ എന്താ. മൊബൈലോട്ട് നോക്കിയാൽ വന്നാൽ മൊബൈലോട്ട് നോക്കിയാൽ എൻ്റെ സ്പൈഡർ മാമ. നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് കിടക്കാം. ഇങ്ങനെ അല്ല, ഒരു കുഴി ഒഴിക്കാം നമുക്കത്. ഇതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുകൂടെ വെച്ചിട്ട് എടുക്കെടുക്കെടുക്കെടുക്കെടുക്കും. അപ്പം ഇത് കൂടുതലായി തന്നെ ഇരിക്കും. ടീം പറഞ്ഞാൽ അമ്പാടിയാണ്. കാര്യം ചെയ്യാൻ മറന്നു. ഇതെടുത്ത് ഇങ്ങോട്ട് എന്നിട്ട് ഇതെടുത്ത് നമുക്ക് തേനീച്ചകൾക്ക് കൊണ്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ ചെയ്യേണ്ടത് സ്പൈഡർ. ഞാൻ ഉറങ്ങാതെ ഇടുന്നെങ്കിൽ സ്പൈഡറിനെ കണ്ടുപിടിക്കും. ഇതിന് ഞാൻ നോക്കണം. ആക്സ് വെച്ചൊന്ന് കൊല്ലണ്ട. എൻ്റെ ആക്സിന് സാധനമില്ല. ഈ പോയിൻസൊക്കെ എവിടെ പോകണുണ്ടോ? ഓടേണ്ട ഓടിക്കളയണ്ട. നമുക്ക് കുറേ നാളായില്ല നമ്മുടെ വില്ലേജിലേക്ക് വന്നിട്ട്. ഒന്ന് വില്ലേജിലേക്ക് കയറിയിട്ട് വരാം. നമ്മളെ വീട് കാട് ഉണ്ടോ? ക്രീപ്പർ മാമന്മാരൊന്ന് പൊട്ടിച്ചു എന്നൊക്കെ അറിയാം. ഓടിത്തളരണ്ട. നമുക്ക് സ്പൈഡറാണ് അത്യാവശ്യം. ഈ പോയിൻസൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് കിടക്കുന്നുണ്ടില്ല. അപ്പം ഞാനങ്ങ് എടുക്കാതൊക്കെ. നമ്മൾ ഇത്രയും ഭയങ്കര ഗ്രാഫിക്സ് ഒന്ന് കുറച്ചിടാം. കളർ മോഡ് സാധാ മോഡ്. ഇത് ഒരുമാതിരി കളറെല്ലാം മങ്ങിയാകെ ആയി. ഇത് തന്നെ മതി.
പഴയത് മങ്ങിയ പോലെ ഇരിക്കുന്നതാണ് പഴയത്. നമ്മൾ ഇത്ര നേരം കുറേ നേരം കളിക്കുന്നുണ്ട് അത് നമുക്ക് എല്ലാം അതുപോലെ കുതിരെ എല്ലാം നമ്മൾ കളിയാക്കി. ഇത് നമ്മളെ വില്ലേജിൽ നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. നമ്മളെ വില്ലേജ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ബാക്കി വേറെ വില്ലേജിലൊക്കെ പോയി വളാന്നും പറഞ്ഞ സാധനങ്ങൾ പിന്നെ എനിക്കിപ്പോൾ 2 തേനീച്ച കൂടുതലുണ്ട്. രണ്ടാമത്തെ വില്ലേജ് എവിടെയാണെന്ന് എനിക്കൊരു ഊഹമില്ല. അന്ന് ഡയമണ്ട് പൊട്ടിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ഇപ്പോൾ എവിടെ നമ്മൾ പോണേ? സ്പൈഡറുണ്ട്. നീ അവിടെ പോയി കിടക്കുന്നു. കൊള്ളാം. സ്പൈഡർ പട്ടി എനിക്ക് എപ്പോഴും ഒറ്റ വ്യൂ ആണ് കിട്ടുന്നത്. ഒരു സാഡായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ ബ്ലും അങ്ങെത്തി. അതാണ്ട് ഒരു കാര്യം ചെയ്യാം. ഒരു ചെറിയ പണിയുണ്ട്. ഇറച്ചി വേണോ? വേണോ ഇറച്ചി? ഞാനിപ്പോൾ ചൂടാ. അയ്യോ ഹാം ചേച്ചിയെ ചത്തുന്നു. നമുക്ക് നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തോട്ട് പോവാം. നമുക്ക് ചെറിയൊരു പഴുവാങ്ങിയുണ്ട്. സ്പൈഡർ ഉള്ളത് പെട്ടെന്ന് ലാഗടിച്ചപ്പോൾ നോക്കിയപ്പോൾ സ്പൈഡറിനെ പോലെ ഇരിക്കും. പിന്നെ മനസ്സിലായപ്പോഴാണ് അമ്മച്ചി ഈ ലാവയൊക്കെ മൂടിട്ട് കഷ്ടമെന്ന് പറ ബാബാ. നമുക്ക് കുറേ ബെഡൊക്കെ വലിക്കണം. അവ ഇവിടെ വരുന്നുണ്ട്. ഈ വെളിച്ചം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഈ ജീവനാണ് വലുത്. കുറച്ചുകൂടെ പൊക്കി വെക്കായിരുന്നു എന്നൊരു തോന്നുന്നു. അയ്യോ ചെന്നില്ല മീനും. ഒരു ക്രീപ്പർ മാമന്മാർ പോലും വരാത്ത എന്താണെന്ന്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കോഴി. നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ലാഭ ആവശ്യമുണ്ടെങ്കിലും ഇതൊക്കെ എന്തിനാ ഇവിടെ ഇത്രയും സാധനങ്ങൾ വേസ്റ്റായി കിടക്കുന്നു? വേസ്റ്റ് ഒരു സാധനം വേസ്റ്റായി കളയില്ല. ലാഭം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ ഒരു കുഴിയും തോണ്ടാം. എന്തിനാന്ന് വെച്ചാൽ ലാഭം കണ്ടുപിടിക്കാനാണെന്ന് വെച്ചാൽ അല്ല. ഇതൊരു കുറച്ച് വലിയ കുഴി വേണ്ടി വരും.
എൻ്റെ ബെഡില്ല. ബെഡ് എൻ്റെ എത്ര ഉണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? അയ്യോ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങ് വാ കുട്ടാ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങ് വാ. അത് വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. ഒരു ബെഡ് 20 ഒരു 110 സ്പൂൺ പോയിന്റ് സെറ്റ്. ഇതൊന്ന് പൊട്ടിയിട്ട് ശരിയാവില്ല. അങ്ങനെ കുറച്ച് വെള്ളം അങ്ങോട്ടും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ സ്ഥിരം പരിപാടിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നത് അല്ലായിരിക്കും. ഞാൻ ഇതിലോട്ട് ആദ്യം ഉണ്ടാവും. നമ്മൾ ഈ ലാവെല്ലാം അങ്ങോട്ടുണ്ടാകും. കുഴിയിലാക്കാം. ഓരോ സൈഡ് വെച്ച് കവർ ചെയ്ത് നോക്കുക. ഒരു സ്ഥലത്ത് കണ്ടിറങ്ങണം. അധ്യായം തുടക്കമായെന്ന് വീണ്ടും പാട്ട് പാട്ട് വേഗം വന്നത് ഈ ഒരു പ്ലാൻ എൻ്റേതും എൻ്റെ അനിയൻ്റെയാണ്. അനിയൻ്റെ ഈ സെയിം ടെമ്പർ സ്റ്റോറിയാണ് നമ്മളെടുത്തത്. അപ്പം അനിയൻ പുതാമിലെ പണി ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കൊള്ളാം. എൻ്റെ ഫുഡ് ക്ലിൻറ്റൺ സ്റ്റീൽ കൊണ്ടുവരണ്ടായിരുന്നു. എൻ്റെ ഫുഡ് ചെയ്യാം. गाड़ी मोटर गाड़ी ഇഷ്ടംപോലെ സമയമുണ്ട്. പതിയെ ചില സാഹിത്യമായ കാര്യങ്ങൾക്ക് മാത്രം പതിയെ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ മൂട്ടി വയ്ക്കാം. ഒന്നും ചെയ്യില്ല. ഫുഡ് കിട്ടിയ ഇല്ല, ഫുഡ് കിട്ടിയില്ല. സോറി. നമ്മളെന്തായാലും അമ്മയെക്കുട്ടി ഒന്നും ചെയ്യുന്നില്ല തൽക്കാലത്തേക്ക്. പതിയെ ഇതെല്ലാം നമ്മളടുത്ത് ഇത് പൊളിച്ചൊന്ന് അവിടെ ഓക്കെ. പതിയെ നമുക്കിത് ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഗോൾഡ് എടുക്കാൻ പറ്റും. മണ്ടയിൽ താഴെയും ഗോൾഡ് ഇരിക്കുന്ന കണ്ട ഒരെണ്ണത്തിൽ 9 എണ്ണം കിട്ടും. അപ്പം 18 എണ്ണം ആവും.
ആണെന്ന് തോന്നുന്നു. എൻ്റെ ഊഹം വെച്ച് അങ്ങനെ ആയിരിക്കും. ഊഹം വെച്ച് അങ്ങനെ ആയിരിക്കും മുദ്ദ, എനിക്ക് തോന്നൽ. പത്തിയെ ഇവിടെ ഇരിക്കുന്ന അയ്യോ അയ്യോ ഞാൻ ചാടാൻ വേണ്ടി ലാഗൊന്നും അടിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കയ്യും കാട്ടിട്ടാ പോകാം. ക്യൂബ് നമുക്ക് അവസാനം എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓണം പോലും ഇവിടെ വെച്ചേക്കും. നമുക്ക് ഗോൾഡ് നമുക്ക് ഒന്ന് ഇത് ആദ്യം ഇത് മൊത്തം കൊണ്ട് കളയാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇതാക്കാം. ക്യൂബൊക്കെ കൊണ്ട് വിട്ടേക്കണം. എന്നിട്ട് അയൺ പിക്കാക്സ് മാത്രം എടുത്തോളൂ. നമ്മളെ വേറെ 2 അയൺ പിക്കാക്സ് ഉണ്ട്. കൊണ്ട് കളയാം. എന്താ അവസ്ഥ എനിക്കറിയില്ല. ഈ ഒരു ഭാഗം കുട്ടിയെ കത്തിയില്ലേ. കൂടിയ കറക്റ്റ് റോള് അയ്യോ പൂടാ. ഞാൻ സഭക്ക് സാധനം പോയി എടുത്തിട്ട് വരാം. അതുവരെ വെയിറ്റ് നമ്മൾ എല്ലാം ഈ പകരം വിറ്റിട്ടുണ്ട്. ആ സാധനങ്ങളെടുത്ത് പോയി ഇൻ്റർബാൻഡ് വാങ്ങിച്ചപ്പോൾ ഈ ഇത്രയും സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതെല്ലാം വേസ്റ്റ് നോക്കും.
വേസ്റ്റ് എല്ലാം വേസ്റ്റ്. നമുക്ക് തന്നെ പോയ വഴിക്ക് എനിക്ക് കുറച്ച് കാലുകളൊക്കെ നൽകി. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു പണി, ഈ ഒരു പണിയുടെ കഴിഞ്ഞത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കടകളെ മണ്ണയിൽ നിന്ന് ഒരാളിന് പറഞ്ഞാൽ ഇങ്ങനെ കളിക്കുക. എന്നാണ് നമ്മൾ ആദ്യത്തെ പണി. ഞാൻ എത്തിയിട്ട് മലയുടെ വീട് ഒറ്റോട്ടാണ്. അയ്യോ, എന്നിട്ട് നമുക്ക് ഇത് കുറയല്ലേ? എൻ്റെ അടുത്തിട്ട് കിടത്തി. ഒറ്റോട്ടോ
Guys, അപ്പോൾ ഈ വീഡിയോ കൂടെ ചെയ്ത് ബൈ. ബ്ലൂ